ദ മാജിക് നോവലിലേക്ക് സ്വാഗതം. കൺമണി പാർട്ട് 5. അതവനായിരിക്കും, വല്ലവൻ്റെ ഭാര്യയെ ഡാർലിംഗ് എന്ന് വിളിക്കാൻ മടിയില്ലാത്ത കിറുക്കൻ ഫ്രെഡറിക്. അയ്യോ മാഡം, അതൊരു കിറുക്കനാണ്. ഫ്രെഡറിക് സൈമൺ, നേവിയിലെ എഞ്ചിനീയർ. കിറുക്കന്മാരെ നേവിയിൽ എടുക്കാറില്ല. കിറുക്കൻ എന്ന് വെച്ചാൽ ഒരു പ്രത്യേക ടൈപ്പ്. രശ്മിയുടെ ബാല്യകാല സുഹൃത്താണ്. അവളോടൊരു സോഫ്റ്റ് കോർണർ ഉണ്ടായിരുന്നത്രേ. രശ്മിക്ക് അത്ര താല്പര്യം തോന്നിയില്ല. മറുഭാഗത്ത് ചിരി. രശ്മിക്ക് താല്പര്യം വേറൊരു കിറുക്കനിലായിരുന്നു അല്ലേ? സുഹാസ് പൊട്ടിച്ചിരിച്ചു. ഞാനീ പറഞ്ഞതിൽ ദുരുദ്ദേശമൊന്നുമില്ല കേട്ടോ. രശ്മി ഒരു ചെറുപ്പക്കാരൻ ഡാർലിംഗ് എന്ന് വിളിക്കുന്നത് കേട്ടപ്പോഴുണ്ടായ ഒരു ക്യൂരിയോസിറ്റി, അത് സ്ത്രീ സഹജമാണെന്ന് കൂട്ടിക്കോളൂ. സംഭാഷണം തമാശയിലാണ് അവസാനിച്ചത്. എങ്കിലും സുഹാസിൻ്റെ മനസ്സിൻ്റെ ഭാരം വർദ്ധിച്ചു. താനില്ലാത്ത സമയം നോക്കി എത്തിയിരിക്കുന്നു ഡാർലിംഗ് വിളിയുമായി. എന്തുകൊണ്ട് അവൻ ഞാനുള്ളപ്പോൾ വന്നില്ല? അവൻ എങ്ങനെ കണ്ടുപിടിച്ചു തൻ്റെ ക്വാർട്ടേഴ്സ്? അതിനർത്ഥം അവൻ ഇതിനു മുമ്പും ഇവിടെ വരാറുണ്ട്. താനില്ലാത്ത നേരത്ത് രശ്മിയുമൊത്ത് സമയം ചെലവിടാറുണ്ട്. തന്നെ അയാൾക്ക് ഇഷ്ടമായിരുന്നെന്ന് രശ്മി സമ്മതിച്ചിട്ടുണ്ട്. പക്ഷേ അവൾ അവനെ സീരിയസായി എടുത്തിട്ടില്ലാത്രേ. ഇപ്പോൾ മനോഭാവം മാറിയോ? കുറേ കാലത്തിന് ശേഷം പഴയ ആരാധകനെ കണ്ടപ്പോൾ മനസ്സ് മാറിയിരിക്കുമോ? പക്ഷേ രശ്മി, അവളെ എങ്ങനെ അവിശ്വസിക്കും? വിശ്വസ്തയാണവൾ, ഒരു നേരുകാരി. പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഒന്നും മറച്ചു വയ്ക്കാൻ അവൾക്ക് കഴിയില്ല. മുഖം മനസ്സിൻ്റെ കണ്ണാടിയെന്ന് ചങ്ങമ്പുഴ എഴുതിയത് അവളെക്കുറിച്ച് ഉദ്ദേശിച്ചാണെന്ന് തോന്നുന്നു. ഉള്ളിൽ തോന്നിയത് ഉടനടി ആ മുഖത്ത് പ്രതിഫലിക്കും. ചിന്താകലുഷമായ മനസ്സോടെയാണ് സുഹാസ് ഓഫീസിൽ നിന്നിറങ്ങിയത്. പാളയത്തെ സൂപ്പർ മാർക്കറ്റിന് മുമ്പിൽ അയാൾ ബൈക്ക് നിർത്തി. കുറച്ച് സാധനങ്ങൾ വാങ്ങണം. നിരനിരയായി ഇരിക്കുന്ന ഡിസ്പ്ലേ ഷെൽഫുകൾ. ഓരോ വിഭാഗത്തിനും പ്രത്യേക ഷെൽഫുണ്ട്. ഓരോ ഷെൽഫിലും പ്രദർശിപ്പിച്ചിരിക്കുന്ന സാധനങ്ങൾ ഏത് വിധത്തിൽ പെടുന്നുവെന്ന് സൂചിപ്പിക്കുന്ന ബോർഡുകൾ. ഫുഡ് ആൻഡ് ബിവറേജസ്, കോസ്മെറ്റിക്സ്, പ്രൊവിഷൻസ്, കോൺഫെക്ഷനറീസ്. പിറകിൽ നിന്നൊരു ശബ്ദം, ഇറ്റ്സ് എ സർപ്രൈസ് ഇവിടെ. സുഹാസ് പിറകിലൊരു കാഴ്ച കണ്ടു. അയാൾ നോക്കി നിന്നുപോയി. സ്വർഗീയമായ ആകർഷണീയതയ്ക്ക് ഒരു മുഖമേ ഉള്ളൂ, വിശാഖയുടേത്. ആ സൗന്ദര്യ സംഗമധാരയ്ക്ക് ഒരേ പേരേ ചേരൂ, വിശാഖ ഗോപാൽ. മഞ്ഞല പോലെ വെളുത്തു നേർത്ത സാരി, അതിൽ കട്ട് വർക്ക് ചെയ്തിരിക്കുന്നത് പീലി വിടർത്തിയാടുന്ന മയിൽ. മാഡത്തിന് വെളുപ്പിനോട് വലിയ ഇഷ്ടമാണോ? ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഏത് സാരി ഉടുത്താലും അതിൽ വെളുപ്പിൻ്റെ ഒരു സ്പർശം ഉണ്ടാവും. ഒന്നുകിൽ സാരിയുടെ നിറം, അല്ലെങ്കിൽ പൂക്കൾ, ബോർഡറെങ്കിലും ഒന്ന് വെളുത്തിരിക്കും. വെളുപ്പ് സമാധാനത്തിൻ്റെ അടയാളമല്ലേ? ഉള്ളിൽ അതില്ലാത്തവർക്ക് ഡ്രസ്സിലെങ്കിലും അതുണ്ടാവട്ടെ. സുഹാസിന് പെട്ടെന്നൊരാശയം തോന്നി. മാഡം, ഒരു 2 മണിക്കൂർ ഫ്രീ ആകാൻ പറ്റുമോ? ബീച്ചിലൊന്ന് കറങ്ങി കുറച്ച് സമയം ഒന്ന് ചെലവഴിക്കാമായിരുന്നു. വിശാഖ വാച്ച് നോക്കി. സോറി, നോട്ട് നൗ, ഇനി ഒരിക്കലാവാം. ഒന്നിച്ച് കുറച്ച് സമയം ചെലവാക്കണമെന്നല്ലേ ഉള്ളൂ, കമോൺ. അവർ സൂപ്പർ മാർക്കറ്റിന് പിന്നിലുള്ള കോഫി ബാറിലേക്ക് നടന്നു. മഞ്ഞ അലുക്കുകൾ തൂക്കിയ ചുവന്ന ഷെയ്ഡ് അംബ്രല്ലയുടെ ചുവട്ടിലെ പ്ലാസ്റ്റിക് കസേരകളിൽ അവർ ഇരുന്നു. എനിക്കൊരു ഐസ്ക്രീം. സുഹാസിനോ? ഞാൻ മധുരപ്രിയനല്ല, എനിക്കൊരു കോഫി, നല്ല ചൂട് വേണം. ഐറ്റങ്ങൾ വരുന്നത് വരെ ഇരുവരും മൗനം പാലിച്ചു. ഐസ്ക്രീമിന് വല്ലാത്ത തണുപ്പ്. വിശാഖ വെളുത്ത പ്ലാസ്റ്റിക് സ്പൂണിൽ നോക്കിയിരുന്നു. ഹരിവംശ് റായ് ബച്ചൻ എന്ന് കേട്ടിട്ടുണ്ടോ? ഹിന്ദിയിലെ ഫേമസ് പോയിറ്റ്. അമിതാഭ് ബച്ചൻ്റെ അച്ഛൻ അല്ലേ? അതെ. അദ്ദേഹത്തിൻ്റെ വരികൾ മനസ്സിൻ്റെ സമതലങ്ങളിൽ ചൂട് വമിക്കുന്നവർ പുറത്ത് തണുപ്പ് തേടുന്നു. ഒരുപക്ഷേ അതുകൊണ്ടായിരിക്കാം ഞാൻ ഐസ്ക്രീം തേടിയത്. അതായത് എൻ്റെ ഉള്ളിൽ തണുപ്പാണ്, അതുകൊണ്ട് ഞാൻ ഐസ്ക്രീം തേടിയില്ല എന്ന്. നാച്ചുറലി സ്നേഹവതിയായ ഭാര്യ, താലോലിക്കാനൊരു തങ്കക്കുടം, അല്ലില്ലാതെ കഴിയാനുള്ള ചുറ്റുപാട്. ആ മനസ്സ് ഓളങ്ങളില്ലാത്ത കായലാണ്. മാഡത്തിൻ്റെ അവസ്ഥ വ്യത്യസ്തമാണെന്നാണോ പറയുന്നത്? ഒരു നിമിഷം അവർ അകലയിലേക്ക് നോക്കിയിരുന്നു. ആ കണ്ണുകളിൽ വന്ന് മറിയുന്ന വിഷാദ ചായയെ ചിരികൊണ്ട് മൂടാൻ ശ്രമിച്ചവർ പറഞ്ഞു, നമുക്ക് തൽക്കാലം ആ ടോപ്പിക് വിടാം. സുഹാസിൻ്റെ ശാന്തമായ മനസ്സിൽ ഓളകൾ ഇളയ്ക്കോ എന്നാണ് എൻ്റെ ഭയം. ഏയ്, അങ്ങനെയൊന്നുമില്ല മാഡം. ഭാര്യയുടെ സ്വഭാവത്തെക്കുറിച്ച് ഭർത്താവിന് ദുസ്സൂചന നൽകുകയാണ് ഞാൻ ചെയ്തത്. അതിൻ്റെ പിറകിലുള്ള ഉദ്ദേശശുദ്ധിയെ സുഹാസ് സംശയിച്ചൂടെ? എനിക്കതിൽ സംശയമൊന്നുമില്ല. ഭാര്യയിലുള്ള ഉറച്ച വിശ്വാസം കൊണ്ടാണോ? ഞാൻ മാഡത്തിൻ്റെ വാചകങ്ങൾ ആവർത്തിക്കുന്നു. നമുക്ക് ആ ടോപ്പിക് വിടാം. അപൂർവമായി വീണ് കിട്ടിയ ഒരു സായാഹ്നം, അതിനെ ഹൃദ്യമാക്കാം. നല്ല കാര്യങ്ങൾ സംസാരിക്കാം. അവർ കുറേയേറെ സംസാരിച്ചു. ആയിടെ ഇറങ്ങിയ സിനിമകൾ, ഹിന്ദി സിനിമയിലെ അടിപൊളി പാട്ടുകൾ, AR റഹ്മാൻ്റെ പുതിയ സംഗീത തരംഗം. വിശാഖ വാശി നോക്കി. ഇനി ഇവിടെ ഇരുന്നാൽ പ്രോഗ്രാം ഒക്കെ തെറ്റും.
കുറച്ച് ഡോഗ് ബിസ്ക്കറ്റ് വാങ്ങിക്കാൻ ഇറങ്ങിയതാണ്. ഡോക്ടർ വീട്ടിലുണ്ടോ? കോവളത്തൊരു സെമിനാറിലായിരുന്നു, ഇപ്പോൾ എത്തിയിട്ടുണ്ടാവും. ആദ്യ ദിവസത്തെ ഡോക്ടറുടെ പെരുമാറ്റം കണ്ട് ഞാൻ വല്ലാതെ തെറ്റിദ്ധരിച്ചു. ആളെങ്ങനെ? ഉള്ളിൽ സോഫ്റ്റ് ആണല്ലോ. രശ്മിയുടെ റെഫറൻസ് വന്നപ്പോൾ സുഹാസ് പറഞ്ഞത് അത് ഒഴിവാക്കാനല്ലേ? അതുപോലെ ഇത് ഒഴിവാക്കാം. ഗുഡ് ബൈ പറഞ്ഞ് കാറിൽ കയറിയ വിശാഖ തല വെളിയിലേക്കിട്ടു. ഒരു കാര്യം സുഹാസ്, ഈ മാഡം വിളി ബോറാകുന്നുണ്ട്. കാൾമി വിശാഖ. അയ്യോ അത് ഓക്കെ, ആവശ്യമില്ലാത്ത വ്യാഖ്യാനങ്ങൾക്കിട കൊടുക്കണ്ട. മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ഇത് തുടർന്നോളൂ. ബട്ട് നമ്മൾ രണ്ടുപേരും മാത്രം ഉള്ളപ്പോൾ ഐ ലൈക്ക് യു കോൾ മീ ബൈ നെയിം. സുഹാസ് ആലോചിച്ച് നിന്നു. എന്തേ, സമ്മതമല്ലേ? എഗ്രീഡ്. ഞാൻ ആലോചിക്കുകയായിരുന്നു, അപ്പോൾ നമ്മൾ രണ്ടുപേരും മാത്രമുള്ള സെഷൻസ് ഇനിയും ഉണ്ടാവുകയല്ല, നമ്മൾ ഉണ്ടാക്കുകയാണ്. കാർ നീങ്ങി. ഉടഞ്ഞ ഉത്സാഹം വീണ്ടെടുത്തുകൊണ്ടാണ് സുഹാസ് ബൈക്കിൽ കയറിയത്. ബാങ്കിൽ നിന്നിറങ്ങുമ്പോൾ കലങ്ങിയിരുന്ന മനസ്സ് ഓജസ് കൈവന്നിരിക്കുന്നു. വല്ലാത്തൊരു മാസ്മരിക ശക്തിയാണ് ഈ സുന്ദരിയുടെ സാമീപ്യത്തിന്. വിശാഖ കൂടെയുണ്ടെങ്കിൽ ജീവിതത്തിൻ്റെ ആത്മവിശ്വാസം കെടാതെ സൂക്ഷിക്കാൻ കഴിയും. ഇപ്പോൾ സുഹാസിന് ഒരാഗ്രഹം. ഫ്രെഡറിക്കിനെ കുറിച്ച് താൻ സംശയിച്ചത് ശരിയായിരുന്നെങ്കിൽ. രശ്മി ഫ്രെഡറിക്കിൻ്റെ അക്കൗണ്ട് വീണ്ടും ഓപ്പൺ ചെയ്തിരിക്കുന്നു. അവർ പഴയ ബന്ധം തുടരുന്നു. താനില്ലാത്ത സമയം നോക്കി അയാൾ വീട്ടിൽ വരുന്നു. രശ്മി അയാളുടെ ഡാർലിംഗ് ആകുന്നു. എന്തുകൊണ്ട് താനത് ആഗ്രഹിക്കുന്നു? അല്ലെങ്കിൽ കുറഞ്ഞ പക്ഷം എന്തുകൊണ്ട് ആ ചിന്ത തൻ്റെ രോഷം ആളിക്കത്തിക്കുന്നില്ല? ഒരു സ്വയം വിശകലനത്തിൽ സുഹാസ് പ്രതിക്കൂട്ടിൽ കയറ്റിയത് സ്വന്തം മനസാക്ഷിയാണ്. വിശാഖ തന്നിലൊരു വികാരമായി പടരുന്നു. ആ സാന്നിധ്യത്തിൽ തന്നിലെ ഭർത്താവും അച്ഛനും പടം പൊഴിക്കുന്നു. അവിടെ താനൊരു പരീക്കുട്ടി, ഒരു മജ്നു, പ്രണയത്തിൻ്റെ ആഴം തേടുന്ന ദുർബല കാമുകൻ. അതൊരു അരതായികയാണ്. ഒരു മൈനസ് പോയിന്റ്. അതിനെ പ്ലസ് ആക്കാൻ മറ്റൊരു മൈനസ് പോയിന്റ് കൊണ്ട് ഗുണിക്കണം. അതല്ലേ രശ്മിയിൽ ആരോപിക്കുന്ന വിവേകതര ബന്ധം? ദിശ തെറ്റിയ ചിന്തകൾക്കൊരു ന്യായീകരണം കണ്ടെത്തുകയാണ് താൻ ഫ്രെഡറിക്കിൽ. വീട്ടിൽ ചെല്ലുമ്പോൾ സുഹാസ് നിശ്ചയിച്ചു, ഒന്നും ചോദിക്കേണ്ട, അവൾ ഇങ്ങോട്ട് പറയട്ടെ. ആ ബന്ധത്തിൽ കളങ്കമില്ലെങ്കിൽ അവൾ ഇങ്ങോട്ട് പറയും, ഇന്നിവിടെ ഫ്രെഡറിക് വന്നിരുന്നു എന്നു. അതിൽ കലർപ്പുണ്ടെങ്കിൽ അവൾ അത് മറച്ചു വെക്കും, തീർച്ച. ബൈക്ക് നിർത്തുമ്പോൾ രശ്മി വരാന്തയിലേക്ക് വന്നു. സുഹേട്ടൻ എന്താ താമസിച്ചത്? ഒരു കാര്യം പറയാൻ കാത്തിരിക്കുകയായിരുന്നു. സുഹാസ് നിരാശനായി. എന്തു കാര്യം? അച്ഛൻ ഇന്ന് കുളിമുറിയിൽ കാല് തെന്നി വീണു. ഇടത് കാലിന് നല്ല വേദനയുണ്ടത്രേ. എങ്ങനെ അറിഞ്ഞു? ഫോൺ ചെയ്തിരുന്നു. സുഹാസിന്റെ നിരാശ മാറി. ഇവൾ ഫ്രെഡറിക് വിശേഷം പറയുന്നില്ല, അവൾ അത് മറച്ചു വെക്കുന്നു. അല്ലെങ്കിൽ അച്ഛൻ്റെ കാലുകൾ പോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യമല്ലേ അത്? നമുക്ക് അവിടെ വരെ ഒന്ന് പോകണം സുഖേട്ടാ. എന്തെങ്കിലും ഡോക്ടറെ കാണിക്കണം. ഡ്രസ്സ് മാറുമ്പോഴും കൊച്ചുണ്ണി ഒരുക്കുമ്പോഴും സുഹാസ് ശ്രദ്ധിക്കുകയായിരുന്നു. ഇല്ല, അവൾ ഒരു വിശേഷവും പറയുന്നില്ല. വ്യക്തം, അവൾ അത് മറച്ചു വെക്കുകയാണ്. ബൈക്ക് സ്റ്റാർട്ടാക്കുമ്പോൾ രശ്മി പറഞ്ഞു, സുഹേട്ടാ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. കിക്കറിൽ വെച്ച കാൽ അതേപടി നിർത്തി സുഹാസ് ശ്രദ്ധിച്ചു. ഇന്ന് ആഹാരം വെളിയിൽ. തിരികെ വന്ന് എപ്പോഴാ സുഹേട്ടാ കുക്ക് ചെയ്യാൻ സമയം? അതെ, ചിത്രം കൂടുതൽ വ്യക്തമാകുന്നു. ഫ്രെഡറിക്കിൻ്റെ കാര്യം അവൾ ഒളിച്ചു വെക്കുകയാണ്. അല്ലെങ്കിൽ അത് പറയേണ്ട നിരവധി ഓപ്പണിങ്സ് വഴിഞ്ഞിരിക്കുന്നു. ബൈക്ക് റോഡിലിറങ്ങി സ്പീഡെടുത്തു. പഴയ മനുഷ്യർ പറയുന്നത് ശരിയാ സുഹേട്ടാ. ചില അശ്രീകരങ്ങൾ വീട്ടിൽ കാലെടുത്ത് കുത്തിയാൽ അന്ന് കേൾക്കുന്നതൊക്കെ അശുഭ വാർത്തകളായിരിക്കുന്നു. ഇന്ന് ആ കിറുക്കൻ ഫ്രെഡറിക് വന്നിരുന്നു, ഓർക്കുന്നില്ലേ? എൻ്റെ പഴയ ഡാർലിംഗ്, ശനി പിടിച്ചവൻ. ഇറങ്ങിപ്പോയപ്പോൾ ഫോൺ ബെൽ. കേട്ടത് അച്ഛൻ വീണ ന്യൂസ്. ഛേ, സുഹാസിൻ്റെ അപ്പോഴത്തെ ഫോട്ടോ എടുത്തിരുന്നെങ്കിൽ അതിനിങ്ങനെ അടിക്കുറിപ്പ് കൊടുക്കാമായിരുന്നു. അണ്ടി കളഞ്ഞ അണ്ണൻ. രശ്മി ജോലി ചെയ്തിരുന്ന വാഴയില ബ്രാഞ്ച് മാനേജറുടെ കത്ത്. നിങ്ങൾ ഇവിടെ ജോയിൻ ചെയ്ത ഉടൻ ലീവ് എടുത്ത് പോയതാണ്. 6 മാസം കഴിഞ്ഞിരിക്കുന്നു. ഉടൻ വന്ന് ജോയിൻ ചെയ്യുക. രശ്മി ചോദിച്ചു, എന്താ ചെയ്യുക സുഹേട്ടാ? സുഹാസ് ചിന്താതീതനായി. ഉടൻ ജോയിൻ ചെയ്യുക എന്ന് വെച്ചാൽ മോനെ വല്ല കൃഷിയിലും ആക്കിയാലോ? എന്താ സുഹേട്ടാ പറയുന്നത്? 6 മാസം പ്രായമായ കുഞ്ഞ് 1 വയസ്സായ ആകാതെ എങ്ങനെയാ കൃഷിയിൽ അയക്കുക? ലീവ് എക്സ്റ്റെൻഡ് ചെയ്താലോ? കത്ത് കണ്ടില്ലേ? ഉടൻ ജോയിൻ ചെയ്യാനാണ് ഓർഡർ. അല്ലെങ്കിൽ വല്ല കുഴപ്പമുണ്ടായാലോ? പിന്നെ ഒറ്റ വഴിയേ ഉള്ളൂ, ഞാനൊരു മാസം ലീവ് എടുക്കാം. കുറച്ച് ലീവ് ക്രെഡിറ്റിലുണ്ട്. വീട്ടിലിരുന്ന് മോനെ നോക്കാം. 1 മാസം കഴിഞ്ഞാലോ? 1 മാസം കഴിഞ്ഞ് നീ വീണ്ടും ലീവിന് അപ്ലൈ ചെയ്യും. ഹെഡ് ഓഫീസിൽ പറഞ്ഞ് ഞാനത് സാങ്ഷൻ ചെയ്യിക്കാം. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് മതി. രശ്മി ആലോചിച്ചു. അതല്ലാതെ മറ്റു വഴിയില്ല. പക്ഷേ സുഹേട്ടൻ എങ്ങനെ മോനെ നോക്കും? സുഹേട്ടന് വല്ലതും അറിയാമോ? നീ എന്ത് വിചാരിച്ചു? ഇത് മോഡേൺ യുഗമാ. മിക്ക വീടുകളിലും ആൺമമ്മിമാരാ കുഞ്ഞുങ്ങളെ നോക്കുന്നത്. പാറപ്പുറം പോലുള്ള തോളത്ത് കിടത്തി ഉറക്കലും പാറപ്പുറത്ത് ചിരട്ടയിട്ട് ഉടയ്ക്കുന്ന മാതിരിയുള്ള താരാട്ടും. കുഞ്ഞ് ബഹുത് ഹാപ്പി.
മനസ്സില്ലാ മനസ്സോടെയാണ് രശ്മി അതിന് സമ്മതം മൂളിയത്. പകൽ മുഴുവൻ കുഞ്ഞിനെ പിരിഞ്ഞിരിക്കുക എന്നത് ഓർക്കാൻ കൂടി വയ്യ അവൾക്ക്. അവളുടെ ജീവിതത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞിരുന്നു കൊച്ചുണ്ണി. പളുങ്ക് കണ്ണുകൾ ചിമ്മിയുള്ള അവൻ്റെ നോട്ടം, ആ പാൽപുഞ്ചിരി ചങ്ക് പറഞ്ഞു പോകുന്നത് മാതിരി തോന്നി അവൾക്ക്. വയറ് വിശക്കുമ്പോൾ അവനൊരു കരച്ചിലുണ്ട്, പ്രത്യേക രീതിയിലുള്ള കരച്ചിൽ. ചുരുട്ടിപ്പിടിച്ച കുഞ്ഞിക്കൈകൾ മുദ്രാവാക്യം വിളിക്കുന്നത് മാതിരി പൊക്കി പിടിച്ച് കാലുകൾ അന്തരീക്ഷത്തിലേക്ക് എറിഞ്ഞ്. ഹോ, അത് കാണുമ്പോൾ സുഹാസ് കളിയാക്കും. ഇവൻ്റെ അച്ഛൻ ഏതോ രാഷ്ട്രീയക്കാരനാണെന്നാ എനിക്ക് തോന്നുന്നത്. കണ്ടില്ലേ കൈ ചുരുട്ടി പിടിച്ചിരിക്കുന്നത്? അല്ലല്ല, അവൻ്റെ അച്ഛൻ രാഷ്ട്രീയക്കാരനല്ല, ബാങ്ക് മാനേജരാ. കണ്ടില്ലേ കാര്യം കാണാൻ വേണ്ടി അവൻ കാണിക്കുന്ന അഭ്യാസം. വിലാപയാത്ര പോകുന്ന മട്ടിലാണ് ആദ്യ ദിവസം രശ്മി ബാങ്കിലേക്ക് യാത്രയായത്. ഒരു ഫുൾ ഷീറ്റ് പേപ്പറിൽ അക്കമിട്ട് നിരത്തിയിരുന്നു കുഞ്ഞിനെ പരിചരിക്കേണ്ട വിധം. 10:15 മണിക്ക് ലാക്ടോജൻ, 10:30 ചൂടുവെള്ളത്തിൽ കുളിപ്പിക്കുമ്പോൾ ചെവിയിൽ സോപ്പ് കയറാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് ബ്രാക്കറ്റിലാണ്. കുളി കഴിഞ്ഞ് ബേബി പൗഡർ, തൊട്ടിൽ കിടത്തി താരാട്ട്, 12-ന് ഉണർത്തി ചോറ് കൊടുക്കണം. കുറച്ച് ചോറെടുത്ത് നെയ്യിൽ കുഴച്ച് വിരൽ കൊണ്ട് നന്നായി ഞെവടി കുഴമ്പ് പരുവത്തിലാക്കി. അങ്ങനെ പോകുന്നു നിർദ്ദേശങ്ങൾ. ആദ്യത്തെ ദിവസം നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കാൻ ശ്രമിച്ചെങ്കിലും സുഹാസിന് ചില കാര്യങ്ങൾ അസാധ്യമായി തോന്നി. പോട്ടി എന്ന മോഡേൺ കക്കൂസിൽ ശാന്തനായി കൃത്യം നിർവഹിക്കുന്ന കൊച്ചുണ്ണി അതിനുശേഷമുള്ള ശുചിയാക്കൽ സമയത്ത് അസ്വസ്ഥനാകുന്നു, ഉറക്കക്കരയുന്നു. അതെന്താണെന്ന് സുഹാസിന് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടിയില്ല. വൈകിട്ട് വന്ന് വിവരമറിഞ്ഞ രശ്മി ഉറക്കെ ചിരിച്ചു. അത് പിന്നെ കുഞ്ഞിൻ്റെ കുറ്റമാണോ സുഹേട്ടാ? കരിങ്കൽ പോലുള്ള ഈ കൈ കുഞ്ഞിൻ്റെ ഏറ്റവും മൃദുലമായ ഭാഗത്തിട്ട് ഉരസിയാൽ അതിന് നോവില്ലേ? 2-3 ദിവസം കൊണ്ട് സുഹാസ് ശരിക്കും അമ്മയായി. കൊച്ചുണ്ണിയും ഫാദർ മമ്മിയുടെ പരിലാളനവുമായി പൊരുത്തപ്പെട്ടു. മാക്കാച്ചി തവളയുടെ കരച്ചിൽ പോലുള്ള സുഹാസിൻ്റെ വാവാവോ താരാട്ട് കേട്ടാൽ ഗാഠനിദ്രയിൽ കിടക്കുന്ന ഏത് കുഞ്ഞും ഉണർന്ന് നിലവിളിക്കേണ്ടതാണ്. പക്ഷേ കൊച്ചുണ്ണിക്ക് അത് കർണപീയൂഷമായി അനുഭവപ്പെട്ടു. ഒരു ദിവസം സുഹാസ് കൊച്ചുണ്ണിയെ കുളിപ്പിച്ച് പൗഡർ ഇട്ടുകൊണ്ട് നിൽക്കുമ്പോൾ കോളിംഗ് ബെൽ. വിശാഖ ചുവപ്പിൽ വെളുത്ത ലില്ലിപ്പൂക്കൾ എംബ്രോയിഡർ ചെയ്ത സാരി ഉടുത്ത് ദേവമനോഹരിയായി വാതുക്കൽ വന്ന പാടെ അവൾ കൊച്ചുണ്ണിയെ വാരിയെടുത്തു. സോറി, അറിയിക്കാൻ കഴിഞ്ഞില്ല. പെട്ടെന്നൊരു യാത്ര വേണ്ടി വന്നു ബോംബെക്ക്. ഇന്നലെയാണ് തിരിച്ചെത്തിയത്. ഇന്ന് രാവിലെ രശ്മി ഓട്ടോയിൽ പോകുന്നത് കണ്ടു. അപ്പോഴാണ് വിവരങ്ങൾ മനസ്സിലായത്. എന്നെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നോ? ഇല്ല, ഞാൻ 4-5 ദിവസമായി ഇവനെ ഒന്ന് മെരുക്കിയെടുക്കാൻ ശ്രമിക്കുകയായിരുന്നു. എന്നിട്ട് മെരുങ്ങിയോ? ഒരുമാതിരി കാട്ടാന പരുവമാണവൻ. ഭയങ്കര പ്രയാസം. എങ്കിൽ ഇവനെ മെരുക്കാനുള്ള താപ്പാന ഇതാ എത്തിയിരിക്കുന്നു. കൊച്ചുണ്ണിയെ കൈകളിൽ ഉയർത്തിപ്പിടിച്ച് വിശാഖ പറഞ്ഞു. എടാ കാട്ടാനെ, നിന്റെ ഡ്യൂപ്ലിക്കേറ്റ് അമ്മയാണിത്. ഒറിജിനൽ അമ്മ വരുന്നത് വരെ ഞാനാണ് നിന്റെ അമ്മ. മര്യാദയ്ക്ക് ഞാൻ പറയുന്നതനുസരിച്ചോണം. സുഹാസ് ശ്രദ്ധിക്കുകയായിരുന്നു. നിമിഷങ്ങൾ കൊണ്ട് അവർ കൊച്ചുണ്ണിയുടെ അമ്മയായി കഴിഞ്ഞിരിക്കുന്നു. പെണ്ണിന് ദൈവം കൊടുത്ത വരമാണത്. മാതൃഭാവം അവളിൽ സഹജമാണ്. ഒരു കുഞ്ഞിനെ കാണുമ്പോൾ അറിയാതെ അത് ഉണർന്നു പോകും. വിശാഖ കൊച്ചുണ്ണിയുടെ ദേഹമാകെ പൗഡർ പൂശി കണ്ണെഴുതിക്കാൻ തുടങ്ങുമ്പോൾ സുഹാസ് പറഞ്ഞു. അത് വേണ്ട. അതെന്താ? എനിക്ക് കണ്ണെഴുതിക്കാൻ അറിഞ്ഞുകൂടാ. അതല്ലേ ഞാൻ എഴുതിക്കുന്നത്. വൈകിട്ട് രശ്മി വരുമ്പോൾ വിവരം അറിയും. വിശാഖ മൃദുവായി പുഞ്ചിരിച്ചു. ഓ, ഇതൊരു രഹസ്യ ഏർപ്പാടാണല്ലോ. അപ്പോൾ അത് വേണ്ട. അവർ കൺമഷി ഡെപ്പി അടച്ചു. ഇവിടെ ചുറ്റിപ്പറ്റി നിൽക്കാതെ മുൻവശത്ത് പോയിരുന്നേ. ഇനി വിശാഖ ഗോപാലിൻ്റെ ഒരു സംഗീത പരിപാടിയുണ്ട്. അതിനൊറ്റ ശ്രോതാവ് മതി. അവർ കൊച്ചുണ്ണിയെ തൊട്ടിൽ കിടത്തി. സുഹാസ് മുൻവശത്തേക്ക് നടക്കുമ്പോൾ ചെവി വട്ടം പിടിച്ചു. അകത്തുനിന്ന് അമർന്ന ശബ്ദത്തിൽ ഒരു താരാട്ടുപാട്ട് ഒഴുകിയെത്തുന്നു. കൂടുതൽ ശ്രദ്ധിച്ചപ്പോൾ അയാൾക്ക് മനസ്സിലായി അതിൻ്റെ വരികൾ മലയാളമല്ല, ഹിന്ദിയാണ്. ഒരു സംഗീതജ്ഞയിൽ നിന്നും ഉയരുന്ന സംഗീതമല്ലത്. എങ്കിലും അതിന് വല്ലാത്ത ആർജവം, താരാട്ടുപാട്ടിൻ്റെ നർമ്മല്യം. പെട്ടെന്ന് അത് നിലച്ചു. വിശാഖ പുറത്തു വന്നു. കുംഭകർണനാണവൻ. കിടന്ന പാടെ ഉറങ്ങി. ഞാൻ കണ്ടക്ഷോഭം നടത്തിയത് മിച്ചം. വിശാഖ പാടുമല്ലേ? ആ മുഖത്ത് ചെന്താമര വിരിഞ്ഞു. ഹോ, ആശ്വാസമായി. വിശാഖയെന്ന് വിളിച്ചല്ലോ. അതെ അതെ, ഞാൻ പാടിക്കളയും. അത് ഭയന്നാണ് അവൻ ഉറങ്ങിയത്. അവർ മുറ്റത്തേക്കിറങ്ങി. ഞാൻ പോകട്ടെ, ജയന്ത് ഹൈദരാബാദിലാണ്. ചിലപ്പോൾ വിളിച്ചേക്കും. ഷോപ്പിങ്ങിന് പോയി എന്ന് കള്ളം പറയാൻ ഇത് വൈകുന്നേരം അല്ലല്ലോ. ഞാൻ നാളെയും വരും. കുറേയേറെ കള്ളങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കണം. നമുക്ക് കബളിപ്പിക്കാനുള്ളത് 2 പേരെയാണ്, രശ്മിയെയും ജയന്തിനെയും. കുറച്ച് നടന്നിട്ട് എന്തോ ഓർത്ത് വിശാഖ തിരിഞ്ഞു നിന്നു. ബാങ്കിൽ മനോഹർ ഗ്രൂപ്പിൻ്റെ കറണ്ട് അക്കൗണ്ട് നോക്കിയിരുന്നോ? ഇല്ല, ഞാൻ ഒരാഴ്ചയായി ലീവിലാണ്. ബോംബെയിൽ നിന്ന് ഞാനൊരു 5 രൂപ അയച്ചിട്ടുണ്ട്. 5 കോടി. സന്തോഷിക്കണ്ട, കോയമ്പത്തൂരിലൊരു മില്ല് തുടങ്ങുന്നു. അതിൻ്റെ ഓവർഹെഡ് കൺസ്ട്രക്ഷൻ ഫണ്ടാണ്. കുറേശ്ശെ വിഡ്രോ ചെയ്യും. ഒരു സാധാരണ കാര്യം പറയുന്ന മട്ടിൽ അത് പറഞ്ഞിട്ട് വിശാഖ ഗേറ്റ് കടന്നു പോകുമ്പോൾ സുഹാസ് അമ്പരന്ന് നിൽക്കുകയായിരുന്നു.
5 കോടി രൂപ. അതായത് തൻ്റെ ബ്രാഞ്ചിൻ്റെ ഡെപ്പോസിറ്റ് ഫിഗർ 5 കോടി കണ്ട് വർദ്ധിച്ചിരിക്കുന്നു. തനിക്ക് തന്നിരിക്കുന്ന ടാർഗറ്റിൻ്റെ 3 ഇരട്ടി വർധനവ്. ഡെപ്യൂട്ടി ജനറൽ മാനേജറുടെ കണ്ണ് രണ്ടും തള്ളിപ്പോകത്തക്ക പെർഫോമൻസ്. ബ്രാഞ്ച് മാനേജർ പണിക്ക് തന്നെ കൊള്ളില്ല എന്ന് പറഞ്ഞ നാവ് അങ്ങേര് സ്വയം കത്തിയെടുത്തറക്കും. എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നുപോയി സുഹാസ്. വിശാഖ പോയി കഴിഞ്ഞു. അല്ലെങ്കിൽ ആ മഹാമനസ്കതയുടെ വെള്ളത്താളിൽ ഹൃദയം കൊണ്ട് കൈയൊപ്പിടാമായിരുന്നു. അയാൾ ഫോൺ എടുത്ത് കറക്കി തൊട്ടടുത്ത വീട്ടിലേക്ക്. യെസ്, വിശാഖയല്ലേ? ഞാൻ സുഹാസ്. ഓ, അങ്ങ് ദൂരെ, ഒരുപാട് ദൂരെ ഇരിക്കുകയല്ലേ? ഫോണിലൂടെ അല്ലാതെ എങ്ങനെ സംസാരിക്കും? പെട്ടെന്ന് അങ്ങ് പോയി കളഞ്ഞല്ലോ. ഞാൻ പറഞ്ഞത് കേൾക്കാതെ. ഫോണിലൂടെ കേൾക്കാം. എനിക്കറിയില്ല എങ്ങനെ നന്ദി പറയണമെന്ന്. നന്ദിയോ? എന്തിന്? ആ ഡെപ്പോസിറ്റിന്. ഓ അതോ, അതിന് നന്ദി ഫോണിലൂടെ ഒന്നും പറഞ്ഞാൽ പോരാ. പിന്നെ മറുതലയ്ക്കൽ ഒരു കുലുങ്ങിച്ചിരി. പിന്നെ ഫോൺ കട്ട്. അതൊരു പതിവാകാൻ താമസം ഉണ്ടായിരുന്നില്ല. രശ്മി രാവിലെ പോയി കഴിഞ്ഞാൽ വിശാഖ എത്തും. പിന്നെ കൊച്ചുണ്ണി വിശാഖയുടെ കയ്യിലാണ്. അവൻ്റെ കുളി, ആഹാരം, ഉറക്കം എല്ലാം വിശാഖയുടെ മേൽനോട്ടത്തിൽ. ഉച്ചയ്ക്ക് അവനെ തൊട്ടിൽ ഉറക്കി കിടത്തിയിട്ടാണ് അവർ മടങ്ങുക. ചില ദിവസം അവർ തൊട്ടിലിനടുത്ത് നിർനിമേഷനായി നിൽക്കും. എന്തേ മടങ്ങുന്നില്ലേ? ആ കൺകോണുകളിൽ മണിമുത്തുകൾ. കഴിയുന്നില്ല സുഹാസ്. ഹൃദയം പറിച്ചു കളയുന്ന ഫീലിംഗ്. ഒന്നെനിക്ക് ബോധ്യപ്പെട്ടു. ഒരു പെണ്ണിൻ്റെ സ്വർഗം അവളുടെ കുഞ്ഞാണ്. ദൈവം അവൾക്ക് നരകം വിധിക്കുന്നത് മാതൃത്വം നിഷേധിക്കുമ്പോഴാണ്. എന്ന് മടങ്ങുമ്പോൾ വിശാഖയുടെ മുഖം ദുഃഖപൂർണമാകുന്നു. പക്ഷേ ആ വിഷാദത്തിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാനാണ് സുഹാസിന് താല്പര്യം. മുഖം വാടുമ്പോൾ ആ കണ്ണുകൾ വലുതാകുന്നു. അവിടെ ഒരു സാന്ദ്ര നീലിമ ഓളം തള്ളുന്നു. രാവിലെ ഉണർന്നാൽ ഐ ഗെറ്റ് റെസ്റ്റ്ലെസ്. 9:30 രശ്മിയുടെ തല ഗേറ്റിൽ കാണുന്നത് വരെ തുടരും. ഈ ഒളിച്ചുകളി എത്ര നാൾ എനിക്കറിയില്ല. ഞാനും ആകെ ഇരുട്ടിലാണ്. മീൻകാരനും പോസ്റ്റ്മാനും വരുമ്പോൾ പോലും ഭയം. പെട്ടെന്ന് ആലോചിക്കും, എന്തിനു ഭയക്കണം? നമ്മൾ തെറ്റൊന്നും ചെയ്യുന്നില്ലല്ലോ. മക്കളില്ലാത്തൊരു സ്ത്രീയുടെ കുറച്ച് മണിക്കൂറിലെ സന്തോഷം. ദൈവത്തിൻ്റെ പീനൽ കോഡിൽ അതൊരു കുറ്റകൃത്യമല്ല. രാത്രി കിടക്കുമ്പോൾ ഞാൻ ആലോചിക്കും, ഈ ഒളിച്ചുകളി അവസാനിപ്പിച്ചൂടെ? രശ്മിയുടെ അറിവോടെ ആയിക്കൂടെ ഇതെല്ലാം? ഞാനും ആലോചിക്കാത്തതല്ല ഇതൊന്നും. ദേവേന്ദ്രൻ്റെ മനസ്സാണ് പെണ്ണിന്. അവിടെ സംശയത്തിൻ്റെ വിത്ത് വീണാൽ ഏത് വേനലിലും അത് വാടില്ല, പൊട്ടിക്കിളിർക്കുക തന്നെ ചെയ്യും. അക്കാര്യത്തിൽ പുരുഷന്മാർ മോശമല്ല, പ്രത്യേകിച്ചും ചെറുപ്പക്കാരിയായ ഭാര്യയുള്ള വയസ്സൻ. ഞാൻ ആ അവസ്ഥയിലാണ്. മനുഷ്യ സഹജമായ ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിക്കുകയാണ്, വിശാഖ ഈ വിവാഹത്തിന് എങ്ങനെ സമ്മതിച്ചു? കുറച്ചു മുമ്പേ ദൈവത്തെ പറയുന്നത് കേട്ടല്ലോ പലതവണ. ഞാനും അങ്ങേരെ ഒന്ന് ഉദ്ധരിച്ചോട്ടെ. വിവാഹം സ്വർഗത്തിൽ നടക്കുന്നു എന്നല്ലേ പറയാറ്? പിന്നീട് പലതവണ അത് ചോദിക്കണമെന്ന് കരുതിയെങ്കിലും അയാൾ മനസ്സിലടക്കി. വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത രഹസ്യമായിരിക്കും അത്. മനസ്സിൻ്റെ നിലവറകൾ പൂർണ്ണമായി തുറന്നു കാട്ടിയില്ലെങ്കിലും ചില സൂചനകൾ വെളിപ്പെടുത്താതിരുന്നില്ല വിശാഖ. ഒരിക്കൽ കുറേ മുറിവുകളുമായി കേരളത്തിൻ്റെ മണ്ണിൽ നിന്ന് ബോംബെക്ക് പോയവളാണ് ഞാൻ. അവിടെ എന്നെ കാത്തിരുന്നത് അതിലും വലിയ മുറിവുകളാണ്. അതൊക്കെ ഇപ്പോൾ ഉണങ്ങി വരുന്നു. ഇവിടെ, ഇപ്പോൾ, ഈ കൊച്ചുണ്ണിയുടെ സാന്നിധ്യത്തിൽ. ദിവസങ്ങൾ കടന്നുപോയത് സുഹാസ് അറിഞ്ഞില്ല. പകൽ മുഴുവൻ വിശാഖയുടെ മാസ്മര സാന്നിധ്യം. ദിവസങ്ങൾ കഴിയുന്തോറും അയാളുടെ മനസ്സിൽ വിശാഖയുടെ ചിത്രം വളർന്നു വന്നു. എന്തൊരു സ്ത്രീയാണവർ! ഇവരിൽ ആകർഷകത്വമല്ലാത്തതായി എന്തുണ്ട്? രൂപം, ഭാവം, സ്വഭാവം, ബുദ്ധി, പക്വത, ദയ, സ്നേഹം. അതെ, ഒരു അമൂല്യ രത്നമാണവർ. അതിൻ്റെ വിലയറിയാത്ത ആളല്ലേ ഡോക്ടർ ജയന്ത്? ഡോക്ടർ ജയന്തിൻ്റെ ഭാര്യാപദമല്ലേ വിശാഖയുടെ ദുഃഖം? കിടപ്പറയിൽ ഉണരാത്ത ആ വൃദ്ധ പൗരുഷ്യത്തിൻ്റെ വിലയല്ലേ അവരുടെ നിഷേധിക്കപ്പെട്ട മാതൃത്വം? അതേക്കുറിച്ചൊക്കെ ചോദിക്കണം, സമയമാവട്ടെ. പക്ഷേ എപ്പോൾ സമയമാകാൻ? തൻ്റെ ലീവ് അവസാനിക്കാറാകുന്നു. വീണ്ടും രശ്മി ലീവ് എടുക്കും. ചിത്രം ഒന്നാകെ മാറും. ഒരു നിലാവുള്ള രാത്രിയിൽ കൊച്ചുണ്ണിയും കൊണ്ട് തോളിൽ കിടത്തി മുറ്റത്തുലാത്തിക്കൊണ്ട് രശ്മി പറഞ്ഞു, സുഹേട്ടൻ്റെ ലീവ് 29-ാം തീയതി തീരുവല്ലേ? 30-ാം തീയതി ജോയിൻ ചെയ്യണം. ഞാൻ ഇന്നലെ ലീവ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തു. ലോങ് ലീവ് കഴിഞ്ഞ് ജോയിൻ ചെയ്ത് 1 മാസം കഴിഞ്ഞ് വീണ്ടും ലീവ് സാങ്ഷൻ ചെയ്യാൻ പറ്റില്ലെന്ന് മാനേജർ പറഞ്ഞു. ഹെഡ് ഓഫീസിൻ്റെ പെർമിഷൻ വേണമത്രേ. സുഹേട്ടൻ്റെ പേഴ്സണൽ സെക്ഷനിൽ ഒന്ന് വിളിച്ച് പറയണം. ഇപ്പോൾ ആൾ പ്രമാണിയല്ലേ? രശ്മിയുടെ വാക്കുകൾ ശരിയായിരുന്നു. പെട്ടെന്നാണ് സുഹാസ് പ്രമാണിയായത്. മനോഹർ ഗ്രൂപ്പിൻ്റെ അക്കൗണ്ട് ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ ബാങ്ക് ശ്രീധനേശ്വരിയാണ്. ചെയർമാൻ്റെ വരെ അഭിനന്ദനം സുഹാസ് പിടിച്ചുപറ്റി. ഒരു ഡെവലപ്മെൻറ്റ് മാൻ എന്ന ഖ്യാതി സുഹാസിന് നേടാനായി. കോൺഫറൻസിൻ്റെ ഡെപ്യൂട്ടി ജനറൽ മാനേജർ ഏറ്റവും കടുപ്പമുള്ള നിറക്കൂട്ടിൽ സുഹാസിൻ്റെ നേട്ടത്തെ വരച്ചു കാട്ടി. മറ്റു മാനേജർമാരുടെ മുഖത്ത് അസൂയയുടെ മണ്ടരി ബാധിച്ച അഭിനന്ദനത്തിൻ്റെ ചിരി പരക്കുമ്പോൾ സുഹാസിൻ്റെ മനസ്സിൽ അരുന്ധതി നക്ഷത്രമായി തിളങ്ങിയത് വിശാഖയാണ്. വിശാഖ ഗോപാൽ, തൻ്റെ വിജയത്തിന് പിന്നിലെ സ്ത്രീ.
നാളെ എൻ്റെ ആപ്ലിക്കേഷൻ ഹെഡ് ഓഫീസിലെത്തും. ഒന്ന് വിളിച്ച് പറയാമോ? പേഴ്സണൽ ഡിപ്പാർട്ട്മെൻറ്റിലെ ജോസ് ചെറിയാൻ സുഹേട്ടൻ്റെ ബാച്ച് മേറ്റല്ലേ? സുഹാസ് എങ്ങും തൊടാതെ മൂളി. അടുത്ത ദിവസം 11 മണിക്ക് സുഹാസിന് ഫോൺ. ജോസ് ചെറിയാൻ്റെ. എടാ, ഞാൻ ബാങ്കിൽ വിളിച്ചപ്പോഴാണ് അറിയുന്നത് നീ വീട്ടിലിരുന്ന് ചൊറി കുത്തുവാണെന്ന്. എന്താടാ, ബാങ്ക് ജോലി മടുത്തോ? സുഹാസിൻ്റെ ക്ലാസ് ഫ്രണ്ടാണ് ജോസ്. വളവും തിരിവുമില്ലാത്ത നല്ലവനായ ബാങ്ക് ഓഫീസർ. കോട്ടയം അച്ചായൻ്റെ പരുക്കൻ മട്ടുണ്ട് സംസാരത്തിന്. നീ വീട്ടിൽ കുത്തിയിരുന്ന് എന്തോ ചെയ്യുവാ? എൻ്റെ കൊച്ചിനെ ഞാനല്ലാതെ നിന്റെ തന്ത നോക്കുമോ? ഓ അങ്ങനെ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേടാ, ജോലിയുള്ള ഭാര്യ അപകടം, ഭർത്താവിൻ്റെ അതേ ബാങ്കിൽ ജോലിയുള്ള ഭാര്യ മഹാ അപകടം. ഞാൻ വിളിച്ചത് നിന്റെ ഭാര്യയുടെ ഒരു വാറോല വന്നിട്ടുണ്ട്. വീണ്ടും ലീവ് വേണമെന്ന്. പറയ്, ഞാൻ എന്ത് വേണം? നിയമം അനുവദിക്കുമോ? എന്തോന്ന് നിയമം? ഒരു മാസത്തിൻ്റെ ഗ്യാപ്പിൽ 2 ലോങ് ലീവുകൾ അനുവദിക്കാൻ നിയമമില്ല. അത് ഞാൻ നോട്ട് എഴുതുന്ന അനുസരിച്ചിരിക്കും. സുഹാസ് ആലോചിച്ചു. നിയമം അനുവദിക്കുന്നതല്ല. തനിക്ക് അനുകൂലമായി നിയമത്തെ വ്യാഖ്യാനിക്കാൻ ജോസ് തയ്യാറാണ്. അതൊഴിവാക്കിയ നിയമം അതിൻ്റെ വഴിക്ക് നീങ്ങും. അങ്ങനെ നീങ്ങട്ടെ. വേണ്ടടാ, റിസ്ക് എടുക്കണ്ട. നാളെ അത് രശ്മിയുടെ കരിയറിനെ ബാധിച്ചാലോ? കരിയർ മണ്ണാങ്കട്ട. നിനക്കിപ്പോൾ വീട്ടിലെടുത്തണോ? അക്കാര്യം പറ, ഞാൻ ഏറ്റു. അത് വേണ്ട, ഞാൻ 1 മാസം കൂടി ലീവ് എക്സ്റ്റെൻഡ് ചെയ്യാം. നാണമില്ലയോടാ നിനക്ക് കൊച്ചിൻ്റെ തീട്ടവും മൂത്രവും കോരി വീട്ടിലിരിക്കാൻ? അതിൻ്റെ സുഖം നിനക്കറിയത്തില്ല. നിന്റെ വൈഫിന് ജോലിയില്ലല്ലോ. കറുത്ത മുഖവുമായിട്ടാണ് രശ്മി വീട്ടിലെത്തിയത്. ഹെഡ് ഓഫീസിൽ നിന്ന് ലെറ്റർ വന്നു. ലീവ് ഗ്രാൻഡ് ചെയ്യാൻ പറ്റില്ലെന്നു. കൃത്രിമമായ അതിശയഭാവത്തിൽ സുഹാസ് ചോദിച്ചു, അതെന്ത്? ഞാൻ വിളിച്ചു പറഞ്ഞിരുന്നതാണല്ലോ. അത്ര സീരിയസ് ആയിട്ടായിരിക്കും പറഞ്ഞത്. അവരതിന് ആ വിലയെ കൊടുത്തോളൂ. ഷേടാ, അത് കൊള്ളാലോ. എനിക്ക് തോന്നുന്നു ലീവ് അനുവദിക്കുന്ന കാര്യത്തിൽ ഹെഡ് ഓഫീസ് വളരെ സ്ട്രിക്റ്റ് ആയിരിക്കുക. എന്തോന്ന് സ്ട്രിക്റ്റ്? സുഷമ 3 മാസത്തെ ലീവ് കഴിഞ്ഞ് വന്ന് അടുത്ത ആഴ്ച വീണ്ടും ലീവ് എടുത്തതല്ലേ. നീ വിഷമിക്കാതെ, ഞാൻ 1 മാസം കൂടി ലീവ് എക്സ്റ്റെൻഡ് ചെയ്യാം. ഹാഫ് പേ ലീവ് കിടപ്പുണ്ട്. നിനക്കാകുമ്പോൾ ശമ്പളമില്ലാത്ത അവധിയല്ലേ ഉള്ളൂ. രശ്മി തെളിച്ചമില്ലാത്ത മുഖത്തോടെ അടുക്കളയിലേക്ക് പോയി. അവൾക്ക് വല്ലാത്ത വിഷമം തോന്നി. 1 മാസം മുഴുവൻ പകൽ കുഞ്ഞിനെ പിരിഞ്ഞിരുന്നപ്പോൾ തന്നെ ശ്വാസം മുട്ടുന്നു. ഇനി 1 മാസം കൂടി എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യാം? മറ്റു നിവൃത്തിയില്ല. ഉദ്യോഗസ്ഥകളായ വീട്ടമ്മമാരുടെ നിതാന്ത ദുഃഖത്തിൻ്റെ പട്ടികയിൽ ഒരൈറ്റം കൂടി. പിറ്റേന്ന് രശ്മി പോയ ഉടൻ സുഹാസ് വിശാഖയുടെ നമ്പർ ഡയൽ ചെയ്തു. ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്, ഒന്ന് വരുമോ? വിശാഖ ഗേറ്റ് തുറന്നപ്പോൾ തന്നെ സുഹാസ് മുറ്റത്തേക്ക് ഇറങ്ങിച്ചെന്ന വാർത്ത അറിയിച്ചു. വിശാഖയുടെ മുഖത്ത് നിറഞ്ഞ ചിരി. അയാൾ ശ്രദ്ധിച്ചു. ഗൗരവത്തിലിരിക്കുമ്പോൾ ആ മുഖം റോസാ പുഷ്പമാണെങ്കിൽ ചിരിക്കുമ്പോൾ അതൊരു പൂക്കുടയായി നിറയുന്നു. കൊച്ചുണ്ണി അവർ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചു. 1 മാസം കൂടി ദൈവം നിന്നെ എനിക്ക് വിട്ടു തന്നിരിക്കുന്നു. സുഹാസിന് സന്തോഷം അടക്കാനായില്ല. അയാൾ വിശാഖയോട് പരമാവധി ചേർന്നു നിന്നു. പതുക്കെ ആ തോളിൽ കൈവച്ചു. കൊച്ചുണ്ണിയുടെ കവളിൽ നിന്ന് മുഖം വിടർത്തി വിശാഖ സുഹാസിനെ കൗതുകത്തോടെ നോക്കി. ഈശ്വര, എന്തൊരു നോട്ടമാണിത്! ചെയ്തത് തെറ്റായിപ്പോയോ? കൈ പിൻവലിച്ചാലോ എന്ന് സുഹാസിന് തോന്നി. പക്ഷെ അയാൾക്കതിന് കഴിഞ്ഞില്ല. എന്തു ചെയ്യും? വിശാഖ ഒന്നും മിണ്ടുന്നില്ല. തന്നെ തറപ്പിച്ചു നോക്കുകയാണ്. അതൊരു പച്ചക്കൊടിയാണോ? വ്യക്തമാവുന്നില്ല. ഒന്നും വേർതിരിച്ചറിയാൻ കഴിയുന്നില്ല. കൈ പിൻവലിക്കണോ അത് അവിടെ തന്നെ വെക്കണോ? സുഹാസിൻ്റെ കൈ വിശാഖയുടെ തോളിൽ തന്നെ ഇരുന്നു. അവൾ സുഹാസിൻ്റെ മുഖത്തു നിന്ന് നോട്ടം ക്രമേണ വിടർത്തി അകത്തേക്ക് നോക്കി. സുഹാസ്, നമ്മൾ 2 പേരും വിവാഹിതരാണ്, പക്ഷേ പരസ്പരമല്ല. വിശാഖയുടെ തോളിലിരുന്ന സുഹാസിൻ്റെ കൈ ഒന്നനങ്ങി. പക്ഷേ അത് പിന്നോട്ട് പോയില്ല. ഞാനൊരു പുരുഷനാണ്, ആരോഗ്യമുള്ള ചെറുപ്പക്കാരൻ. എനിക്ക് വികാരങ്ങളുണ്ട്. വിശാഖ ഒരു നിമിഷത്തേക്ക് മൗനം പാലിച്ചു. പിന്നെ ചുണ്ടനക്കി. സുഹാസ്, ദാ ആ വീട് കണ്ടോ? മഞ്ഞ പെയിന്റ് അടിച്ച വീട്. അവിടെ താമസിക്കുന്ന ആളെ അറിയാമോ? സുഹാസ് നോക്കി. അവിടെ താമസിക്കുന്നത് ഒരു സ്പോർട്സ്മാനാണ്. ഫുട്ബോളിൻ്റെ സ്റ്റേറ്റ് ടീം ക്യാപ്റ്റൻ. രാവിലെ ഓടുന്നത് കണ്ടിട്ടുണ്ട്. ഇരുമ്പുണ്ട ഉരുണ്ട് കളിക്കുന്ന ദൃഢതയാർന്ന ശരീരം. ഞാൻ തേടിയത് ആരോഗ്യമുള്ള പുരുഷനെയാണെങ്കിൽ അയാളായിരിക്കില്ലേ എൻ്റെ ബെറ്റർ ചോയ്സ്. നിങ്ങളുടെ മാംസപേശികൾക്ക് അത്ര ബലമുണ്ടോ? സുഹാസ് തീക്കൊള്ളി കൊണ്ട് കുത്തേറ്റതുപോലെ കൈ പിൻവലിച്ചു. അയാൾ വല്ലാതെ വീർത്തുപോയി. മുഖത്തെ ചമ്മൽ മറയ്ക്കാൻ വല്ലാതെ ബുദ്ധിമുട്ടുന്ന സുഹാസിനെ വിശാഖ സഹതാപത്തോടെ നോക്കി. ഇറ്റ്സ് ഓക്കെ സുഹാസ്, ഞാൻ സുഹാസിനെ മനസ്സിലാക്കുന്നു. എല്ലാ പുരുഷന്മാരും ഇങ്ങനെയാണ്. അവർക്ക് പെണ്ണിനെ ഒരു ബെഡ് പാർട്ട്ണറായിട്ടേ കാണാൻ കഴിയൂ. നിമിഷങ്ങളുടെ മൗനം അർത്ഥപുഷ്കലമാകുന്നു. ഞാൻ ചെറുപ്പക്കാരി, കാണാൻ തീരെ മോശമല്ലാത്തവൾ, ഭർത്താവ് വൃദ്ധൻ, തിരക്കുള്ള, ഭാര്യയോടൊപ്പം ചെലവാക്കാൻ സമയമില്ലാത്ത ആൾ. ഞാൻ സുഹാസിനോട് അടുക്കുന്നു. ആ അടുപ്പത്തെ സുഹാസ്
ഇത്തരത്തിൽ വ്യാഖ്യാനിച്ചത് സ്വാഭാവികം. മാത്രമല്ല, ഒരന്യ പുരുഷനോടൊപ്പം ശരീരം പങ്കിട്ടാൽ തകർന്നു വീഴത്തക്ക സന്മാർഗബോധമൊന്നും എനിക്കില്ല. വിശാഖയുടെ ഓരോ വാക്കും കൂരമ്പുകളായി തറയ്ക്കുന്നത് പോലെ തോന്നി സുഹാസിന്. അയാൾ നിന്ന് പുകയുകയായിരുന്നു. പക്ഷേ സുഹാസ്, നിങ്ങൾക്കറിയാത്ത മനഃശാസ്ത്രം ഞാൻ പറഞ്ഞു തരാം. പെണ്ണിന്റെ ഗ്ലാമർ ബെഡ്റൂമിന്റെ വാതിൽ വരേ ഉള്ളൂ. അകത്ത് കടന്നാൽ, അനുഭവിച്ചു കഴിഞ്ഞാൽ പുരുഷൻ അവളൊരു ചണ്ടി. സുഹാസ് തളർന്ന് കസേരയിലിരുന്നു. നോക്കൂ സുഹാസ്, പെണ്ണിന്റെ ശരീരത്തിന് ഈ പൊതിഞ്ഞിരിക്കുന്ന സാരിയുടെ പകിട്ടേ ഉള്ളൂ. അതിനപ്പുറം വെറും മാംസം. എന്തേ നോക്കുന്നത്? ഞാൻ പറയുന്നതിനോട് യോജിക്കാൻ കഴിയുന്നില്ലേ? കീഴടങ്ങിയ പെണ്ണ് പുരുഷനിൽ അവശേഷിപ്പിക്കുന്ന അവജ്ഞ മാത്രമാണ്. അവന്റെ ചാം അതോടെ തീർന്നു. വിശാഖ പതുക്കെ നടന്ന് സുഹാസിന് അഭിമുഖമായി നിന്നു. ആ ചാം നമുക്ക് കളയണ്ട. നമുക്കെന്നും ഇങ്ങനെ പരസ്പര ബഹുമാനത്തോടെ കഴിയാം. ഒരു കാര്യം മനസ്സിലാക്കൂ സുഹാസ്, പെണ്ണ് ആണിന്റെ ഭോഗവസ്തു മാത്രമല്ല, അതിനപ്പുറം പലതുമാകാൻ അവൾക്ക് കഴിയും. നല്ല സുഹൃത്ത്, വഴികാട്ടി, പ്രതിസന്ധിയിൽ തളർന്നു വീഴുമ്പോൾ കൈ പിടിച്ചുയർത്തുന്നവൾ. പെണ്ണിനെ ശരിക്കറിഞ്ഞ പുരുഷൻ വിജയിക്കുന്നു. കേട്ടിട്ടില്ലേ? ബിഹൈൻഡ് എവരി സക്സസ്ഫുൾ മാൻ ദെയർ വിൽ ബി എ വുമൺ. സുഹാസിന്റെ ശബ്ദം ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നാണ് വന്നത്. എന്നെ തെറ്റിദ്ധരിക്കരുത്. ഒരു നിമിഷത്തിന്റെ പ്രലോഭനത്തിൽ ഞാൻ അറിയാതെ. ഞാൻ പറഞ്ഞല്ലോ, എനിക്കത് മനസ്സിലാകും. ഇതേ വികാരത്തോടെ എന്റെ തോളിൽ കൈവയ്ക്കുന്ന ആദ്യത്തെ പുരുഷനല്ല സുഹാസ്. അവർക്കും കാര്യം മനസ്സിലായി സുഹാസിനെ പോലെ. നെർവസ് ആകണ്ട സുഹാസ്. ആരും തെറ്റ് മനഃപൂർവ്വം ചെയ്യുന്നില്ല. സാഹചര്യം അവനെ അത് ചെയ്യിക്കുന്നു. കുറേയൊക്കെ തെറ്റുകാരി ഞാനല്ലേ? ഈ ഒളിച്ചു കളിക്ക് ഞാനും മുൻകൈ എടുത്തില്ലേ? നമ്മുടെ അടുപ്പത്തിന് ഇങ്ങനെ ഒരു സാഹചര്യം ഒരുക്കിയില്ലേ? സുഹാസിന്റെ നെറ്റിയിലൂടെ വിയർപ്പൊഴുകി. മറന്നു കളയൂ സുഹാസ്, ഒക്കെ മറന്നു കളയൂ. കേട്ടിട്ടില്ലേ കവിവാക്യം? ശരീരങ്ങളുടെ അടുപ്പം മനസ്സുകളെ അകറ്റുന്നു, ശരീരങ്ങളുടെ അകലം മനസ്സുകളെ അടുപ്പിക്കുന്നു. നമുക്ക് മനസ്സുകളുടെ അടുപ്പം മതി. അതെന്നും ഫ്രഷായിരിക്കും, വാടാമല്ലിപ്പൂ പോലെ. സുഹാസിന് അടക്കാനായില്ല. അയാളുടെ ഉള്ളിൽ കുറ്റബോധത്തിന്റെ മലവെള്ളം. എനിക്ക് അല്പനേരം ഒറ്റയ്ക്കിരിക്കണം. ഓക്കെ സുഹാസ്, ഞാൻ പോകാം. കൊച്ചുണ്ണിയെ നോക്കിക്കോളൂ. അല്പ ഏകാന്തത നല്ലതാണ് മനസ്സിന്റെ സമനില വീണ്ടെടുക്കാൻ. ബട്ട് നാളെ ഞാൻ മടങ്ങി വരും. പഴയ വിശാഖയായിട്ട് എന്നെ സ്വീകരിക്കുന്നത് പഴയ സുഹാസ് ആയിരിക്കണം. ഈ കൊച്ചുണ്ണിയെ പോലെ നിഷ്കളങ്കനായ പഴയ സുഹാസ്. ഓക്കെ? വിശാഖ പോകുമ്പോൾ കൈ കൊണ്ട് തല താങ്ങി സുഹാസ് ഇരുന്നു. താഴെ പ്ലാസ്റ്റിക് ഷീറ്റിൽ നീന്തി കളിക്കുന്ന കൊച്ചുണ്ണി. അവൻ കൊച്ചരി പല്ല് കാട്ടിച്ചിരിക്കുന്നു. ആ ചിരിയിൽ പരിഹാസമില്ലേ? ഛേ, എന്തൊരു വിഡ്ഢിത്തമാണ് കാട്ടിയത്. ഏത് കണ്ണുകൊണ്ടാണ് താൻ വിശാഖയെ കണ്ടത്? അവരുടെ ചന്തമുണർത്തിയത് തന്നിലെ മൃഗത്തെയാണ്. അവരുടെ സുഹൃത്ത് ബന്ധത്തിൽ താൻ ശ്വസിച്ചത് മാംസത്തിന്റെ ഗന്ധമാണ്. ഓർക്കും തോറും വല്ലാത്ത ജാള്യം തോന്നി അയാൾക്ക്. നാളെ അവർ വരും. പ്രത്യേകിച്ചൊന്നും സംഭവിക്കാത്ത മട്ടിൽ പെരുമാറും. പഴയ മട്ടിൽ പെരുമാറാൻ തനിക്ക് കഴിയുമോ? പിറ്റേന്ന് വിശാഖ എത്തുമ്പോൾ സുഹാസ് ഒരു വിളറിയ ചിരി ചിരിച്ചു. ആ ചിരിയോട് മൃദുവായി പ്രതികരിച്ചുകൊണ്ട് വിശാഖ അകത്ത് തറയിൽ മലർന്നു കടന്ന് ടെഡി ബിയറിന്റെ രോമം ശ്രദ്ധാപൂർവ്വം വലിച്ചിളക്കുന്ന കുഞ്ഞിനെ വാരിയെടുത്തു. ഇവരെ കുളിപ്പിക്കണ്ടേ? ബേബി സോപ്പ് എവിടെ? അതാ അവിടെ. അയാൾ അടുത്ത മുറിയിലേക്ക് വിരൽ ചൂണ്ടി. സാധാരണ അയാൾ തന്നെ സോപ്പ് എടുത്തുകൊണ്ട് വരാറുള്ളതാണ്. കുളിപ്പിച്ചു വരുമ്പോൾ അയാൾ പൗഡറും തുണികളുമായി കാത്തു നിൽക്കും. അവർ രണ്ടുപേരും കൂടിയാണ് കൊച്ചുണ്ണിയെ പൗഡർ ഇടിയിക്കുന്നതും പുതിയ ഉടുപ്പുകൾ ധരിപ്പിക്കുന്നതും. ഇന്നതുണ്ടായില്ല. വിശാഖ കൊച്ചുണ്ണിയെ തോർത്തിക്കൊണ്ട് വരുമ്പോൾ കട്ടിലിൽ പൗഡറും തുണികളും. സുഹാസ് അവിടെ ഉണ്ടായിരുന്നില്ല. പൗഡർ ഇട്ട് പുതിയ ഉടുപ്പ് ചൂടിയ കൊച്ചുണ്ണി ഒക്കത്തെടുത്ത് വരാന്തയിലെത്തി വിശാഖ കണ്ടത് പത്രത്താളിലേക്ക് മുഖം പൂഴ്ത്തിയിരിക്കുന്ന സുഹാസിനെയാണ്. ഇന്ന് എത്രാമത്തെ തവണയാണ് ഈ പത്രം വായിക്കുന്നത്? സുഹാസ് ചിരിക്കാൻ ശ്രമിച്ചു. ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. സുഹാസിന് പഴയ ആളാകാൻ കഴിയുന്നില്ല അല്ലേ? സുഹാസ് ഒരു തുരുമ്പിച്ച വാചകത്തിലാണ് അതിന് മറുപടി പറഞ്ഞത്. ഹേയ്, ടെൽ മീ ഫ്രാങ്ക്ലി, പരാജയബോധം തോന്നുന്നുണ്ടോ? എന്തിന്? ചില ആണുങ്ങൾ അങ്ങനെയാണ്. മനസ്സൂന്നിയ പെണ്ണിൽ അറ്റംപ്റ്റ് പരാജയപ്പെട്ടാൽ ഒന്നുകിൽ വാശി, അല്ലെങ്കിൽ പരാജയബോധം. രണ്ടായാലും അപകടമാണ്. സുഹാസിന്റെ മുഖത്ത് അസഹ്യത നിഴലിച്ചു. ദയവായി ഈ ടോപ്പിക് സംസാരിക്കാതിരിക്കാമോ? ഗുഡ്, പ്രതികരിച്ചല്ലോ. നമുക്ക് ഈ ടോപ്പിക് സംസാരിക്കാതിരിക്കാം. മാത്രമല്ല, കുറച്ചു നേരത്തേക്ക് ഈ അന്തരീക്ഷമേ മറക്കാം. എന്താ? ഞാൻ വീട്ടിൽ പോയി കാർ എടുത്തോണ്ട് വരാം. നമുക്കൊരു ഔട്ടിംഗ് ബീച്ചിങ്. ഈ നട്ടുച്ചയ്ക്കോ? വൈകുന്നേരത്തെ ബീച്ച് കാണാൻ സുഹാസിന്റെ ഭാര്യയോ എൻ്റെ ഭർത്താവോ സമ്മതിക്കില്ലല്ലോ. പുതിയ ലാൻസറിന്റെ ശീതീകരിച്ച ഉൾവശം, സ്പീക്കറിലൂടെ മൃദുവായി ഒഴുകിയെത്തുന്ന രവിശങ്കറിന്റെ ഗിത്താർ, റോഡിനെ പൂമെത്തയാക്കുന്ന ലാൻസറിന് മനസ്സുകളിൽ തണുപ്പ് പകരാൻ കഴിഞ്ഞു. എന്താ സുഹാസ് ഒന്നും സംസാരിക്കുന്നത്?
നന്നായി സംസാരിക്കുന്ന ആളെന്ന നിലയിലാണ് എനിക്ക് സുഹാസിനെ ഇഷ്ടം. പ്രത്യേകിച്ച് സംസാരത്തിലെ ആ ഹ്യൂമർ ടച്ച്. എന്തെങ്കിലും പറയൂ സുഹാസ്, ഈ മൗനം എനിക്ക് അസഹ്യമാണ്. ഞാൻ ആലോചിക്കുകയായിരുന്നു, എന്ത്? അഫ്ഗാനിസ്ഥാനിൽ താലിബാൻകാർ ബുദ്ധപ്രതിമ തച്ചുടയ്ക്കുന്നത് നിർത്താൻ എന്താ വഴിയെന്ന്. ഹായ് വിശാഖ സ്റ്റിയറിംഗ് വീലിൽ നിന്ന് കൈയെടുത്ത് ക്ലാപ്പ് ചെയ്തുകൊണ്ട് പൊട്ടിച്ചിരിച്ചു. ഇപ്പോഴാണ് സുഹാസ് പഴയ സെൽഫിയിലായത്. ഇനി കാര്യങ്ങൾ ടോപ്പ് ഗിയറിൽ നീങ്ങിക്കോളും. ശംഖുമുഖം ബീച്ച് വിജനമായിരുന്നു. അകലെ കൽമണ്ഡപത്തിൽ കടല കുറിച്ചിരുന്ന ഭിക്ഷക്കാരൻ മാത്രം. നട്ടുച്ചയ്ക്ക് കാറ്റുകൊള്ളാൻ എത്തിയവരെ കൊണ്ട് കടലിന് ചിരി വന്നിരിക്കുന്നു. സുഹാസിന്റെ തമാശകളിൽ തമാശയില്ലെങ്കിലും വിശാഖ ഉറക്കെ ചിരിച്ചു. ആളിന്റെ മൂടൊന്ന് മാറട്ടെ, സുഹാസ് പറഞ്ഞു. അവനെ ഒന്ന് മണ്ണിലിറക്കി വിട്. അയ്യോ വേണ്ട, മണ്ണിലിറക്കി വിട്ടാൽ അവൻ ആദ്യം ചെയ്യുന്നത് അത് വാരി വായിലിടുകയായിരിക്കും. കൊടും വെയിലിൽ അധിക നേരം ബീച്ചിൽ നിൽക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. മടങ്ങുമ്പോൾ നീണ്ട മൗനത്തിന് വിട ചൊല്ലിക്കൊണ്ട് വിശാഖ ചോദിച്ചു, ഒരു പേഴ്സണൽ ക്വസ്റ്റ്യൻ. എന്തേ ഒരു കുട്ടി മതിയെന്ന് വെച്ചത്? രണ്ടുപേരുടെയും തീരുമാനമാണോ അതോ? സുഹാസ് ആലോചിച്ചു. അതിനു മുമ്പൊരു ചോദ്യം ഉണ്ടാവണം, ഈ കുട്ടി എങ്ങനെ വന്നു എന്ന്. അതിൻ്റെ ഉത്തരം പറഞ്ഞാൽ രണ്ടാമത്തെ ചോദ്യം ഉണ്ടാവുകയില്ല. വേണ്ട, ഒന്നും വിശാഖ അറിയാതിരിക്കട്ടെ. കൊച്ചുണ്ണി തൻ്റെയും രശ്മിയുടെയും ചോരയാണെന്ന് തന്നെ അവർ വിശ്വസിക്കട്ടെ. സുഹാസ് അതിനുള്ള മറുപടി പറയാൻ വാ തുറന്നില്ല. അതിനു മുമ്പേ വിശാഖയുടെ ഉറക്കെയുള്ള വിളി, ഓ മൈ ഗോഡ്! എതിരെ വരുന്ന നീല സീലോ കാറിലേക്ക് തുറച്ചു നോക്കിക്കൊണ്ടാണ് വിശാഖ വിളിച്ചു കൂവിയത്. സൈഡ് ഗ്ലാസ് വേഗം ഉയർത്തിക്കൊണ്ട് വിശാഖ പറഞ്ഞു, ജയന്താണ് ആ കാറിൻ്റെ ബാക്ക് സീറ്റിൽ. നിമിഷങ്ങൾക്കകം ആ കാർ അടുത്തെത്തുകയും ലാൻസറിനെ ക്രോസ് ചെയ്യുകയും അതിൻ്റെ ബാക്ക് സീറ്റിൽ നിന്ന് മൂങ്ങയെ അനുസ്മരിപ്പിക്കുന്ന നോട്ടം ലാൻസറിൽ വീഴുകയും ചെയ്യുന്നത് സുഹാസ് കണ്ടു. ഉള്ളിൽ നിന്ന് പതഞ്ഞു പൊങ്ങി വരുന്ന പരിഭ്രമത്തെ പുഞ്ചിരിയുടെ പാട കൊണ്ട് മൂടാൻ ശ്രമിക്കുന്ന വിശാഖയാണ് അയാൾ ഡ്രൈവർ സീറ്റിൽ കണ്ടത്. കൺമണി എന്ന നോവലിൻ്റെ ഈ ഭാഗം ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ഭാഗം ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക്